ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അക്ഷയയിൽ പോകണം, പിന്നെ ഇപ്പം എന്താ അക്ഷയയിൽ പോകണം അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ. പിന്നെ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്ന് പോയി എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട് എനിക്കറിയാം. കാരണം വീട്ടിലെ വീഡിയോസ് മാത്രമായിട്ട് പുറത്ത് പോകാത്തതുകൊണ്ട് ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, എല്ലായിടത്തും നല്ല മഴയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മഴയൊന്ന് എന്താ പറയുക ചോരട്ടെ, അതായത് മഴക്കൊരു ഇത് കിട്ടട്ടെ, റെസ്റ്റ് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക പുറത്തൊക്കെ പോകുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു. അപ്പോൾ ആദ്യം ഇതാക്കണം. ഞാൻ തച്ചുണ്ണിയിൽ നിന്ന് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടുന്ന് ദോശ, ചെറുപയർ കറി, കട്ടൻ ചായ കുടിച്ചിട്ടായിട്ട് പോകണം. ഇവിടെ ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ട്, അതായത് ഒരു 7:15 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം പോയി, ആദ്യം 7:45 പോകും, 8 മണിക്കാണ് പണി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബേബി ഇതാക്കണം, ബേബി ഉറക്കത്തിന് എടുത്തുകൊടുന്നതാണ്. ഇപ്പോൾ ഭയങ്കര കളിയിലാണ്. ഉമ്മമാനെ കിട്ടി, നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോസിൽ ഉമ്മമാൻ്റെ കൂടെ തന്നെ എപ്പോഴും. അതിൻ്റെ ഇടയ്ക്കൊന്ന് ചിണുങ്ങും, കരയും. എന്നെ കാണുമ്പോഴുള്ളൂ ഒരു അലർജി പ്രശ്നം. അപ്പോൾ ഇതാക്കണം കേട്ടോ. പിന്നെ ഉമ്മ ഇതാക്കണ ചായയും കടിയും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പല്ലേക്കാൻ പോകുന്നു കേട്ടോ. കാരണം കാക്കും ആദ്യമൊക്കെ നേരത്തെ പോകുന്നതുകൊണ്ട് എന്താ പറയുക, ചായയും കടിയും വേഗം ആക്കും. എന്നിട്ടാണ് പല്ലേക്കാനൊക്കെ പോവുക. ഓല പറഞ്ഞതിന് ശേഷമാണ് പല്ലൊക്കെ തേച്ച്. ചിലപ്പോൾ അതിരാവിലെ തന്നെ, ഓരോ ദിവസത്തെ ഓരോ മൂടായിരിക്കും കേട്ടോ. ഏട്ടൻ പോയിട്ടില്ല, ഏട്ടൻ പോകാൻ നിൽക്കുകയാണ്. ഏട്ടൻ കട്ടറാട്ടോ, പണി മരമിതിൽ കട്ടറാണ്. ആദ്യം സൈഡാട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളെപ്പോഴും പറയുന്ന തന്നെ ഇന്നും നമ്മൾ വീട്ടിലേക്ക് വന്ന് പറഞ്ഞില്ല അക്ഷയക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാക്കാം കേട്ടോ, ബേബി നല്ല ഉറക്കമ്മമാൻ്റെ തുണിയൊക്കെ പുതച്ച് കൊടുത്ത്, ഷീറ്റ് നമ്മൾ സേഫ്റ്റിക്ക് യൂസ് ചെയ്യുന്ന കേട്ടോ. പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മിമ്മൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ. ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചു ഓളെ കൂടെ. ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കഴിച്ചു ഓൾക്ക് എടുത്തപ്പോൾ. പിന്നെ എല്ലാവരും ലവ് സ്റ്റോറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ലവ് സ്റ്റോറിനെ കുറിച്ച് ചോദിക്കണേന് എന്താ അതിൻ്റേതായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ഞാനും ആദ്യം കൂടിയിട്ട് ലവ് സ്റ്റോറി ചെയ്യുന്നതിന് മുന്നേ ആമീ ഉണ്ടോ മുട്ട് കുത്താൻ ശ്രമിക്കുക കേട്ടോ. 8 മന്തായി, പക്ഷെ അവൾ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ വൈകി വരുന്നതാണ് കേട്ടോ. ലവ് സ്റ്റോറി ഞങ്ങൾക്ക് പെട്ടെന്ന് ഇടാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കറക്കിയുടെ കയ്യിലെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ പറയരുത്. ആദ്യം ഞാനും എല്ലാവർക്കും ലവ് സ്റ്റോറിയാണ്. ഓക്കെ, ലവ് സ്റ്റോറി വേണം, അങ്ങനെയല്ല. ലവ് സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ കണ്ടെത്തണം, പ്ലേസ് കണ്ടെത്തണം, ക്യാമറ കണ്ടെത്തണം. ക്യാമറ പറഞ്ഞാൽ ഇതിൽ തന്നെയൊക്കെ എടുക്കുക, ഞങ്ങൾക്ക് ഈ ക്ലാരിറ്റിയിൽ തന്നെ എടുക്കാൻ കഴിയുള്ളൂ. ക്യാമറ കണ്ടെത്തണം വെച്ചാൽ ക്യാമറ ഒരാൾ എടുത്ത് തരിക, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക സ്ഥലത്ത് വെച്ച് കണ്ട് എടുക്കുക ഒക്കെ, അങ്ങനെയൊക്കെ നോക്കണം. കുറേ കാര്യങ്ങൾ നോക്കണം. നമുക്ക് വണ്ടി ചെന്നാണ്ട് ഈ ചടപടാ പറഞ്ഞാണ്ട് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യണം, കാരണം കുറേ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും പറയാൻ പറ്റാതെ, കാരണം അത് ഭാവിക്ക് ദോഷം വരുന്ന കാര്യങ്ങളേക്കാരം. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എന്താ ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലവ് സ്റ്റോറി തന്നെയായിരിക്കണം. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെയൊക്കെ കുറേ നോക്കാണ്ട്. അപ്പോൾ പെട്ടെന്ന് ലവ് സ്റ്റോറി പറയാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ നമ്മളെ അവസ്ഥ. കാരണം പ്രണയം നമ്മൾ പറയുമ്പോൾ എന്താ പറയുക നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് മണ്ടി ചെന്നാലും പറയാൻ പറ്റും. ഞങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ലവ് സ്റ്റോറി ഇടൂല എന്നല്ല, ലവ് സ്റ്റോറിയാണ് മുഖ്യം. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയത്. അല്ലേ, ചാർജറൊക്കെ എടുത്തിട്ട് കളിക്കുന്നത്. അമീന ഇവിടെ സൈഡിലൊരു ഫോട്ടോ കൊടുക്കണം കേട്ടോ. ഓള് ക്ലിപ്പ് കുത്തിയത് കാരണം എന്താ പറയുക, ഞാൻ എൻ്റെ മൈക്രോ ബോക്സൊക്കെ റെഡിയാക്കിയായിരുന്നു ഇവിടുന്ന് ഇന്നലെ വീട്ടിലേക്ക് ചെന്ന് തച്ചുണ്ണി എത്തിയപ്പോൾ. അപ്പോൾ ഉണ്ട് ഓള് മണ്ടിയെന്നാണ്. അപ്പോൾ ഞാനൊരു സ്ലൈഡ് കുത്തി കൊടുത്തു കേട്ടോ. മമ്മാൻ്റെ ഈ ഫോണും ഈ ചാർജറുമാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ ടോർച്ച് വേക്കിലും കത്തും മുമ്പിലും കത്തും. അതുകൊണ്ടാണ് ഓൾക്ക് ഭയങ്കര കാര്യം. കണ്ടാൽ അവിടെ പോയെടുക്കും.
അപ്പോൾ ഗായ്സ് ഞങ്ങൾ വെള്ളം എടുത്തേക്കാൻ പോവാണ്. നല്ല മഴ ഉണ്ട്. ഈ ആമിമോളെ കൊണ്ടുപോകണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഓൾ ഒരു സൈഡിൽ അടങ്ങി നിൽക്കൂല. അപ്പോൾ നമുക്ക് പോവാം. മഴ കൊണ്ടോട്ടെ, പനി വരട്ടെ. രാജഗിരി പോയി അഡ്മിറ്റ് ആക്കാം നമുക്ക് കേട്ടോ. അഡ്മിറ്റ് ആക്കാം. ഇങ്ങനെ പോട്ടെ കേട്ടോ. മോട്ടർ അടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആമിമോള് മഴ കൊള്ളുന്നുണ്ട്. ഈ ഡ്രമ്മെന്ന് ആ ടാങ്കിലേക്ക് യോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലൈൻ വെള്ളമാണ്. ലൈൻ വെള്ളം പറഞ്ഞാൽ പൈപ്പിൽ വരുന്ന വെള്ളം കേട്ടോ. അപ്പം അങ്ങനത്തെ വെള്ളമാണ്. ആമിമോൾക്ക് പനി വരും ഉറപ്പാണ്. മഴ എൻ്റെ കൂടെ നല്ലോണം കൊണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുറ്റത്ത് മുമ്പത്തെ വ്യൂ ഇതാണ്. ഇത്ര സ്ഥലമുള്ളൂ കേട്ടോ നമുക്ക്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഗാർഡൻ, ഈ കണ്ട ചെടികളൊക്കെ. ഞാനങ്ങനെയൊക്കെ പറയും, പക്ഷേ നല്ല വില പിടിച്ച ചെടികളൊക്കെ കേട്ടോ. വലിയ ആവശ്യമുണ്ടോ മഴ കൊള്ളണ്ടി? ഇന്നത്തെ ഫുഡ് ഞാൻ കാണിച്ചു കേട്ടോ. ഈ ആമീൻ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒന്നിനും കഴിയൂലേ. അങ്ങനെ ചോറ് എന്തേ ചോറ് തട്ടല്ലേട്ടോ ആമിയെ കേട്ടോ. തട്ടിയാടിയിട്ടു ഇതാക്കണം. മത്തൻ തേങ്ങ അരച്ച കറി. ഇവിടെ തേങ്ങ അരച്ച് വെക്കണം ഗായ്സ്. ഉപ്പേരി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ ഗായ്സ്. മുതിര ഉപ്പേരി, അടിപൊളി ഉപ്പേരി. ചൂട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ പോവാട്ടോ. അക്ഷയ് പോവാണ്. ഉമ്മമ്മ ഏട്ടൻ്റെ കൂടെ പോകുന്നതായിരുന്നു. ആദ്യക്ക് പണിയുണ്ട്. അപ്പോൾ അക്ഷയ്ക്ക് പോവാണ്. കുറച്ച് പ്രൂഫും റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് അങ്ങനെ. അപ്പോൾ ഇമ്മമ്മ ഇപ്പോൾ പോയി അക്ഷയന് വന്നിട്ടുണ്ട്. പെൻഷനൊക്കെ പുതുക്കിക്കാണ്ട്. പിന്നെ മൂക്കുത്തിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. സത്യം പറയാമല്ലോ, അക്ഷയ പോയപ്പോൾ സത്യത്തിൽ ആകെ അന്തം വിട്ടിട്ടോ. ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നെ 2-3 ആൾക്കാർ വന്നത്. ഒന്നാമത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ നേരത്തായിട്ട് ഞങ്ങൾ പോയിന് തിരക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. കണ്ടില്ലേ, അക്ഷയ പറഞ്ഞാൽ ഞങ്ങൾ പക്ക അക്ഷയ്ക്കല്ല പോയത്, എന്നാൽ ജനസേവന കേന്ദ്രം എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ അക്ഷയ എന്ന് പറയും. അക്ഷയ തന്നെയാണ് പറയുക, പക്ഷേ കാർക്കൊന്നും വലിയ അക്ഷയക്കൊന്നും അല്ല കേട്ടോ പോയത്. അപ്പോൾ ആരും ഇല്ലായിരുന്നു. വേഗം റെഡിയായി. കാരണം ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോസിൽ നമ്മൾ അക്ഷയ പോയിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിലൊക്കെ കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അവിടുത്തെ എന്താ പറയുക ചേച്ചി വിളിച്ചാണ്ട് പറഞ്ഞു ഇന്നലെ അക്ഷയ്ക്ക് വരണം പറഞ്ഞു. അപ്പോൾ ബാങ്കിക്ക് പോയപ്പോൾ ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെടിത്തോട്ടത്തിൽ പോയി ഇന്നലെ. അതിൽ എന്താ പറയുക ഇന്ന് പോകരുത്, ഇന്ന് പോയിട്ടോ. അതിൽ ഞങ്ങളിത് റെഡിയായി ഒക്കെ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ മഴ പെയ്തു. അതിലാണോ ഓട്ടോറിക്ഷ കിട്ടിയതില്ല. കാരണം ബസ്സിനും ബേബിനെയും വെച്ച് കൊണ്ടുവരാൻ കഴിയൂല. ഞാൻ ബസ്സിലാണ് അങ്ങനെ പോലുമില്ല ബേബിയും വെച്ച്. ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ജുമ കഴിയാൻ വേണ്ടി കാത്തിക്കായിരുന്നു. ആദ്യത്തെ ഞങ്ങൾക്ക് റേഷൻ കാർഡ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൂഫ്, അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരാൾ വന്നു, 2 ആൾ വന്നു, അങ്ങനെ കുറേ ആൾക്കാർ വന്നിനി. അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഓലെ ഫോണിലാക്കിയാണ്ട് പോയി കേട്ടോ. കാരണം ജുമ തുടങ്ങാനായിക്കണ് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓട്ടോക്ക് വെയിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് എന്താട്ടി പോയി ചായ അടിച്ചു. വെള്ളിയാഴ്ച അവിടെ ഒരു കുൾബാർ തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ചായ അടിച്ചു. അപ്പോഴാണ് കുറേ കുട്ടികളുണ്ട്, എനിക്ക് സ്കൂൾ കുട്ടികൾ. എനിക്ക് എടുക്കാനൊരു മടി. ആദ്യം ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ എനിക്ക് എന്നാലും ഒരു മടിയാണ്. ആദ്യമൊക്കെ ഇപ്പം മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ബേബി ഇതാക്കണം നല്ല കോട്ടുവായ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കമുണ്ട്. കാരണം വന്നപ്പോൾ മുതൽ കളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഭയങ്കര എനർജിയാണ്. അവിടെ എല്ലാവരും ഏട്ടൻ വന്നിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ 2 ആളും. അപ്പോൾ ഇനി ഞാൻ ക്യാഷൊക്കെ വെച്ച് എന്തിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉമ്മയും സോപ്പ് ഓയിൽ വാങ്ങാൻ പോകാം. സോപ്പ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലക്കുന്ന ഓയിൽ, അലക്കാൻ വേണ്ടി നമ്മൾ ഓയിലിലാണ് അലക്കുക. അപ്പോൾ അത് വാങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മാറ്റിയിട്ടാണ്. അപ്പോൾ അത് കാണിച്ചിട്ടോ വാങ്ങിയിട്ട്. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിക്ക് പോകട്ടെ. ഇതാണ് സോപ്പ് ഓയിൽ, സാബുനാണ് അലക്കണ സാബുന്, പിന്നെ കുളിക്കുന്ന സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വാങ്ങാറ്. ഇത് നിന്നുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ ബേബി നല്ല ഉറക്കം. ബേബിക്കും ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതാട്ടോ. നല്ല ഉറക്കമാണ് ബേബി. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിരിക്കും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്താ പനി ചോദിച്ചാൽ ഒന്നുമില്ല. മഴ ചാറുന്നുണ്ട്. ഒരു കർക്കിടകമായതുകൊണ്ടാണ് മഴച്ചാറ്റിലോട് മനസ്സിലായി. പിന്നെ നമ്മളിപ്പോൾ കുളി കഴിഞ്ഞ് കുളിക്കുന്നതിന് മുന്നേ സാബുൻ കടയിൽ പോയി സാബുന് വിൽക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ നമ്മളവിടെ ഒരു കട ഉണ്ട് ഇപ്പോൾ മുകളിൽ.
ആ കട നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ സാബൂന് വാങ്ങല്. സാബൂന് പറഞ്ഞാൽ അലക്കണ സോപ്പാണ് സാബൂന് എന്ന് പറയട്ടോ. അലക്കണ സോപ്പിന് പറയും സാബൂന് എന്ന്. പിന്നെ കുളിക്കണ സോപ്പുണ്ട്, പിന്നെ ഓയിലുണ്ട് തിരുമ്പണേ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ല അവിടെ ഒരു കുപ്പി ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ആ കുപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആ മുമ്പ് കണ്ട വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, അത് 50 രൂപ ഉള്ളൂ അത്ര പോകുന്നൊരു കുപ്പി കേട്ടോ. അത് അവിടെ കാണുന്ന കുപ്പിക്ക് 50 രൂപ. അത് കുറച്ചൊഴിച്ചാൽ നല്ല സ്മെല്ലും കാര്യങ്ങളുമാണ്. പിന്നെ എന്താ പറയുക, കംഫേർട്ട് ഉപയോഗിക്കൂലേ അതുപോലെ കേട്ടോ. മഴയൊക്കെ ഉണ്ട്. പിന്നെ മഴ ഉണ്ട്, ഒട്ടുക്കും ഇറങ്ങാൻ വയ്യ. എവിടേക്ക് തന്നെ ഒരു നിവർത്തികേട് കൊണ്ട് വന്നതാണ്. അക്ഷയ പോകണ്ട്, ഇതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ആൾമറ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കേട്ടോ. എല്ലാവരും പറഞ്ഞു ആൾമറ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ കേട്ടോ. ആൾമറ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, നമുക്ക് അത് വീടൊക്കെ ആവണീൻ്റെ മുന്നേ വാങ്ങിയാലും നമ്മളിപ്പോൾ വാടക വീട്ടിലല്ല നിൽക്കണം. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മെനക്കെടാം. കാരണം ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നത് അത്രയ്ക്ക് വലിയൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഏത് നിമിഷം നമുക്ക് മാറാനുള്ള ഒരു നല്ലൊരു വീട് കിട്ടിയാൽ മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ആൾമറയും കാര്യങ്ങളൊന്നും വാങ്ങാത്ത. പിന്നെ കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ. അവിടെയൊക്കെ മഴ ഉണ്ടോ അടുത്ത ഭാഗത്തൊക്കെ? ഇന്ന് കുളി കഴിഞ്ഞതാണ്ട് ഇപ്പോൾ പോവാണ്. അലക്കിയതൊക്കെ എടുത്തുകൊണ്ട് പോവാട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഞാൻ എത്ര സ്റ്റഡാണ് കുത്തിയത്. 4 സ്റ്റഡ് കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നുമല്ല കുത്തി, 4-5 വർഷമായി കുത്തിയിട്ട്. 10 +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 7 വർഷം കഴിഞ്ഞു. ഞാൻ 10th കുത്തിയത്. അങ്ങനെ നമ്മൾ ഇതാക്കണം കേട്ടോ. പൂച്ചത്തീറ്റ വാങ്ങാനും പിന്നെ ഇതാക്കണം, നമുക്ക് പൊടി മില്ലിക്കൊക്കെ പോകണം. പിണ്ണാക്ക് വാങ്ങാൻ ആടിനൊക്കെ വേണ്ടിയിട്ട് ഉമ്മാക്ക്. പിന്നെ ഞങ്ങൾക്കിത് പൂച്ചത്തീറ്റ വാങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ തച്ചുണ്ണിയിലേക്ക് പോകട്ടെ ഇനി വീട്ടിൽ നിന്ന്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.